ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയയുടെ 105 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഒരു ഫോൺ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത്, കസ്റ്റമർ മീൻസ് ഫോൺ നമുക്ക് തന്ന ആൾ പറഞ്ഞത് ഇത് ഡെഡ് ആണ്, ബാറ്ററി കംപ്ലൈൻ്റ് ആയതാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ചാർജ് ചെയ്യുന്ന പിന്നൊക്കെ ഡാമേജ് ആയിരിക്കുന്നുണ്ട്. അത് അഴിച്ച് നോക്കിയപ്പോൾ ഈ ഒരു ചാർജർ കണക്ട് ചെയ്തിട്ട് ഈ പിന്നിലേക്ക് വരുന്ന പവർ നോക്കിയപ്പോൾ വളരെ കുറവാണ്, 1 വോൾട്ടിന് താഴേക്കാണ് പവർ വരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ചാർജിങ് സെക്ഷനിലുള്ള കംപ്ലൈൻ്റ് ആണെന്ന്. ഇതിന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് വേറൊരു ബാറ്ററി ഇട്ടിട്ട് ഓണാക്കി നോക്കാം. ഓൺ ആവുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും കംപ്ലൈൻറ്റ്. ഇപ്പോൾ കണ്ട ഫോൺ ഓണായി വരുന്നുണ്ട്. നമ്മളൊരു വേറൊരു ചാർജുള്ള ബാറ്ററിയിൽ ഇട്ടപ്പോൾ സാധനം ഓണായി വന്നു. ഈ പഴയ ബാറ്ററി ലാവയുടെ ഒറിജിനൽ ബാറ്ററിയാണ് അതിനകത്ത് കിടന്നിരുന്നത്. പക്ഷെ അതൊരു ചെറിയ ബൾജായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പിന്ന് മാറണം. അതിനു മുമ്പ് നമുക്ക് ഈ പിന്നിൻ്റെ ആ ഒരു കണക്ടറിലേക്ക്, അതിൻ്റെ ആ ലെഗുകളിലേക്ക് വരുന്ന വോൾട്ടേജും കൂടി ചെക്ക് ചെയ്യണം. പിന്നിൻ്റെ തന്നെയാണോ അതോ ചാർജിങ് ബേസിൽ വന്ന എന്തെങ്കിലും ഡാമേജ് ആണോ എന്ന് അറിയണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു പാനൽ അഴിച്ച് നമുക്ക് ബോർഡ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ള് ഡിസസംബിൾ ചെയ്തേക്കാണ്. ബോർഡ് ഇതാണ്. ഇതിൻ്റെ പിന്നെ ഏകദേശം ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്, കാരണം അത്യാവശ്യം തേയ്മാനം വന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റും. അതും ഒറിജിനൽ ഫോൺ വാങ്ങിച്ചപ്പോൾ ഉള്ള CC ആണ് കിടക്കുന്നത്. CC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ് കണക്ടർ. ഇതിൻ്റെ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ ലൈൻ ഈ കപ്പാസിറ്ററിൻ്റെ അവിടെ വരെ വരും, അവിടെ നിന്ന് പിന്നെ വരുന്നത് ഇവിടേക്കാണ്. ഈ ഒരു വേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, കണ്ടിന്യൂറ്റി കിട്ടണമെന്ന് നോക്കണം. ഇപ്പോൾ ഈ ഒരു പിന്നിൻ്റെ ലെഗിലും വോൾട്ടേജ് കറക്റ്റാണോ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് മാറണം. ഈ ഒരു ഇയർ പീസിൻ്റെ ഭാഗത്തുള്ള ഒരു ഒട്ടിപ്പൊക്കെ പശയൊക്കെ ഏകദേശം ഒരു ഒലിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ, നോക്കിയാൽ കാണാൻ പറ്റും. അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് കയ്യിലൊക്കെ ആയിട്ടുണ്ട്. ഇത് കാലപ്പഴക്കം കൊണ്ട് ഉണ്ടാവണതാണ്. ഈ ഒരു പിന്നെ നമുക്ക് പൂർണ്ണമാക്കുമ്പോൾ ഡിസ്പ്ലേ അഴിച്ച് മാറ്റേണ്ടി വരും. ഇതുപോലെ ഈ ലോക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഉരുകിപ്പോവും. ഇതാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു CC എന്ന് പറയണത്. ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് അത്ര ഡാമേജ് കാണില്ല. ഇതൊരു പുതിയ CC ആണ്. ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഉള്ളിലെ കണക്ഷൻ വന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഈ തേയ്മാനം സംഭവിക്കുക. അവിടെ തേയ്മാനം സംഭവിക്കുക. അതുപോലെ തന്നെ ഈ പൊടി ഈർപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗം തുരുമ്പ് പിടിക്കും, അങ്ങനെ ഡാമേജ് ആയി പോകും. ഇതാണ് ആ ബോർഡിൻ്റെ അവസ്ഥ. നമ്മളെ പിന്നെ വരിപ്പോൾ എല്ലാ മറ്റേ കണക്ഷനും പ്രിന്റുകളൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു പ്രിന്റ് പോലും മിസ്സിങ് ഇല്ല. നമുക്ക് ഈ ഒരു പുതിയ CC വെച്ചിട്ട് നോക്കാം. CC വയ്ക്കുമ്പോൾ ഈ പഴയ ലെഡായി ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. നമ്മൾ പുതിയ CC വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് സോൾഡർ ചെയ്തെടുത്തു. ഈ ഒരു സാധനം ക്ലീൻ ചെയ്യണം. ഇപ്പോൾ വോൾട്ടേജൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കണക്ടറിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളിത് ഫുള്ളാക്കി സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ബോർഡൊക്കെ വെച്ചു. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.